കളങ്കാവൽ റിവ്യൂ ചെയ്ത് എയറിലായ 2 പേരാണ് നമ്മുടെ കിഴിമച്ചാന്മാർ. അവരുടെ ആ റിവ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ ഒരു വീഡിയോ ഇടണമെന്ന് തോന്നിയിരുന്നു. പക്ഷേ അതിനകത്തിലെ ചില സീക്വൻസുകളൊക്കെ പറഞ്ഞു വരുമ്പോൾ മൊത്തം സ്പോയിലറായി പോകും. ഇപ്പം മമ്മൂക്ക തന്നെ ഈ ഒരു പോസ്റ്റർ, നമ്മുടെ തമ്പ്നെയിലിൽ കാണുന്ന പോസ്റ്റർ ഇട്ടുകൊണ്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. കിഴിയണ്ണന്മാരുടെ കിളി പോയതാണോ ആദ്യ സീൻ കണ്ട്? ഈ ഒരു ആദ്യ സീൻ കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് തള്ളിപ്പോവുക തന്നെ ചെയ്യും. ഒരുപക്ഷെ ഇത് കണ്ടതിന് ശേഷം അവർ പിന്നെ ബ്ലാങ്കായി പോയതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു റിവ്യൂ ചെയ്യുക എല്ലാവരുടെയും അവകാശമാണ്, അല്ലെങ്കിൽ അത് ചെയ്യുന്നവരുടെ അവകാശമാണ്. അവരുടെ വ്യൂസാണ് അവർ പറയുന്നത്. അതിനകത്ത് യാതൊരു തെറ്റുമില്ല. ഇവർ പറഞ്ഞതിനകത്തിൽ നമ്മളങ്ങനെ മോശമായി കാണുകയൊന്നുമില്ല. അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അത്ര കാര്യങ്ങൾ. പക്ഷേ കീറി മുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം അവിടെ തെറ്റിപ്പോയിരുന്നു. ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യമല്ല. ഇവിടെ കാണാൻ കഴിഞ്ഞത് വളരെ വേറെ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി എന്നുള്ളതാണ്. അതിനകത്തിൽ കുറേയൊക്കെ നമ്മളങ്ങനെ വിട്ട് കളയുന്നെങ്കിലും എടുത്തു പറയേണ്ട അല്ലെങ്കിൽ നോട്ട് ചെയ്ത 2-3 പോയിൻ്റുണ്ട്. ഒന്ന്, മമ്മൂട്ടിയുടെ പ്രകടനം. ഇത്ര ഗംഭീരമായിട്ടുള്ള പ്രകടനം മമ്മൂട്ടി അല്ലാതെ ആരാണ് ചെയ്യാനുള്ളത്? എടുത്ത് പറയേണ്ട മറ്റൊരു പോയിൻ്റ്, മമ്മൂട്ടിയുടെ പ്രായത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു പക്ഷേ വല്ലാത്ത ലെവലിൽ ഇഷ്ടപ്പെടാനുള്ള കാരണം ഇവരുടെ റിവ്യൂ തന്നെയായിരിക്കാം. കാരണം ആദ്യ ഷോയ്ക്ക് നമുക്ക് കാണാൻ പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഈ റിവ്യൂ കഴിഞ്ഞിട്ടാണ് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചതും ഇതേ കാര്യം തന്നെയാണ്, മമ്മൂട്ടിയുടെ പ്രായവും അദ്ദേഹത്തിൻ്റെ പ്രകടനവും. അദ്ദേഹം ഇതിനകത്തിൽ ചൂസ് ചെയ്തിരിക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രായത്തിന് മാച്ചായതാണ്, ഈ ഒരു ക്യാരക്ടറിന് മാച്ചായതാണ് എന്നുള്ളതാണ്. ഇത് വലിയ ടീം സ്ത്രീയൊന്നുമല്ല. ഇതിനകത്തിൽ തന്നെ പറയുന്നുണ്ട് ഏത് ടൈപ്പുള്ള സ്ത്രീകളെയാണ് ഈ കഥാപാത്രം ചൂസ് ചെയ്യുന്നത് എന്നുള്ളത്. അയാളുടെ ഹോബിയാണ്, അയാളുടെ ആ ഒരു ഇതാണ്, ത്വരയാണ് അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തുക. അയാൾ കണ്ടെത്തുന്ന വഴികളും നമ്മൾ കാണുന്നതാണ്. സൈനൈഡ് മോഹൻ്റെ കഥ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ, അത് വായിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അയാൾ അകത്തായത് 22 വയസ്സായ ഒരു പെൺകുട്ടിയെ വധിച്ചതിന് ശേഷമാണ് എന്നുള്ളതാണ്. അത് ആ ഒരു കേസിലൂടെയാണ് അയാൾ അകത്താകുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. അതേ രീതിയിൽ തന്നെയുള്ള കാര്യങ്ങളുമായിട്ട് പോകുമ്പോൾ ആ പറഞ്ഞൊരു കാര്യം വളരെ തെറ്റായിപ്പോയി എന്ന് തന്നെയാണ്. ഇനിയും പ്രകടനത്തിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ വിനായകൻ, വേറെ ഏതൊരു നടൻ അവിടെ റീപ്ലേസ് ചെയ്താലും വിനായകനൊപ്പം നിൽക്കില്ലായിരുന്നു. കാരണം നമ്മൾ കാണാത്ത തരത്തിലുള്ള ഒരു നായകനെ തന്നെയാണ്. ഒരു പക്ഷേ മമ്മൂട്ടി എന്ന നടനെ നമ്മൾ അറിയില്ലായിരുന്നുവെങ്കിൽ ആരാണ് എത്ര ഗംഭീരമായിട്ട് അഭിനയിച്ച നടൻ എന്നോ എല്ലാവരും ചോദിച്ചു പോകും. അതുതന്നെയാണ് ഈ സിനിമ കാണുമ്പോൾ എല്ലാവർക്കും തോന്നിയിട്ടുള്ളതും. എന്തിന്, മമ്മൂട്ടി ഹേറ്റേഴ്സ് പോലും ഒരുപാട് പേർ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇതിലെ പ്രകടനം, മൈന്യൂട്ട് ആൻഡ് ഡീറ്റെയിൽ ആക്ടിങ് എന്തെന്നറിയുമെങ്കിൽ അതിനകത്തിലേക്കൊന്ന് നോക്കിയാൽ അറിയാം. മമ്മൂട്ടിയുടെ ഓരോ ചലനങ്ങളും പലപ്പോഴും മോഹൻലാൽ കൈയും കാലും കാണിക്കുമ്പോൾ പറയാറുണ്ട് കൈകൾ അഭിനയിക്കുന്നു. ഇതിൽ മമ്മൂട്ടിയുടെ കൈയും കാലുമൊക്കെ അഭിനയിച്ചേക്കുന്ന നിങ്ങളൊന്ന് നോക്കുക, സൂക്ഷിച്ച് നോക്കി കണ്ടു പഠിക്കണം എന്ന് തന്നെയാണ്. കാരണം സൂക്ഷ്മാഭിനയം അത്രത്തോളം ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇത് മച്ചാന്മാരോട് പറഞ്ഞതല്ല, ബാക്കിയുള്ള സാധാരണ ആളുകൾ പറയുന്നവരോട് പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും മച്ചാന്മാർ അവരുടെ രീതിയിലുള്ള ഒരു റിവ്യൂ ഇട്ടു, അത് കഴിഞ്ഞു, കാര്യങ്ങൾ പോകുന്നു, അവർ അടുത്ത വീഡിയോസും പോകുന്നു. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു വീഡിയോ ഒരുപാട് കാര്യങ്ങളൊന്നും പറയാതെ ഇങ്ങനെ ഒരു വീഡിയോ എങ്കിലും ചെയ്തില്ലെങ്കിൽ ഒരു മനസ്സംതൃപ്തി ഉണ്ടാവില്ല. കാരണം അമ്മാതിരി ഗംഭീരമായിട്ട് ഒരു നിമിഷം പോലും മമ്മൂട്ടി എന്ന നടനെ കാണാതെ 420 സിനിമകളിൽ അഭിനയിച്ച മമ്മൂട്ടിയുടെ ഷെയ്ഡ് പോലും ഒരു കഥാപാത്രത്തിൻ്റെയും ഷെയ്ഡില്ലാതെ ചെയ്ത ഒരു കഥാപാത്രമായതുകൊണ്ട്